ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്ത് മറിയം 68 മുതൽ 72 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഫവറബ്ബിക, ഇതിലുള്ള അക്ഷരങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഫ, വാവ് ഇവ രണ്ടും ചുണ്ടിൽ നിന്നാണ്. ഫ താഴെ ചുണ്ടിൻ്റെ മധ്യവും മേലെ മുൻപല്ലുമാണ്. വാവ് രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്നു. ശേഷം റോ തഫ്ഖീമോടുകൂടി തടിപ്പിക്കേണ്ട അക്ഷരവും. അപ്പോൾ ഫവറബ്ബിക ലനഹ്ശുറന്നഹും ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. റാ തഫ്ഖീം ചെയ്യുക. നൂൻ മണിച്ചുകൊണ്ട് മുശദ്ദദത്തായ നൂൻ. ലനഹ്ശുറന്നഹും വശ്ശയാത്തീൻ. സാക്കിനത്തായ മീമും ശേഷം വാവുമാണ്. ഇൽഹാർ ഷഫവി സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. والشياطين ثم ഷദ്ദുള്ള മീമിനെ മണിക്കണം. ലനുഹ്ദിറന്നഹും നൂന് ശേഷം ഹ ശേഷം ദ്വാദ്. ഹ വ്യക്തമായി ഉച്ചരിക്കുക. നേരത്തെ സൂചിപ്പിച്ചു, ദ്വാദ് മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കണം. അതിന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ്. റാ വീണ്ടും ലനുഹ്ദിറന്നഹും നൂൻ മുശദ്ദദ മണിക്കുക. പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിനത്തായ മീമുണ്ട്. ഇൽഹാർ ഷഫവി വെളിവാക്കണം, മണിക്കാതെ. ലനുഹ്ദിറന്നഹും ഹൗല ജഹന്നമ ജിസിയ. ജഹന്നമ നൂൻ മുശദ്ദദയെ മണിക്കുക. ജിസിയ സ വ്യക്തമായി ഉച്ചരിക്കുക. ജിസിയ. സുമ്മ മീം മുശദ്ദദ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഈ പദം. ലനൻസിഅന്ന, ഇതിൽ സാക്കിനത്തായ നൂനും ശേഷം സാവും വന്നിട്ടുണ്ട്. ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. സുമ്മ ലനൻസിഅന്ന മിൻ കുല്ലി ശീഅ. വീണ്ടും ഇഖ്ഫ ഹഖീഖി മിൻ എന്നുള്ള സാക്കിനത്തായ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ കുല്ലി ശീഅത്തിൻ അയ്യുഹും ശീഅത്തിൻ. തൻവീനും ശേഷം ഹംസയുമാണ്. ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കുക. അയ്യുഹും അഷദ്ദു സാക്കിനത മീമും ശേഷം ഹംസയും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അപ്പോൾ സുമ്മ ലനൻസിഅന്ന മിൻ കുല്ലി ശീഅത്തിൻ അയ്യുഹും അഷദ്ദ്. ഇടയ്ക്ക് മീം മുശദ്ദദ നൂൻ മുശദ്ദദ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ മണിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. അയ്യുഹും അഷദ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല കുബ്രയാണ്. അയ്യുഹും അഷദ്ദു അലർ റഹ്മാനി ഇതിയ. അർ-റഹ്മാൻ റാ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. ഇതിയ എല്ലാ അക്ഷരങ്ങളും ക്ലിയറായി മഖ്റജിൽ നിന്ന് മൊഴിയണം. ثم لنحن أعلم മീം മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. لنحن أعلم بالذين هم أولى. സാക്കിനത്തായ മീമും ശേഷം ഹംസയും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. أولى بها صلية സ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. وإن منكم إلا واردها. وإن
സാക്കിനത്തായ നൂനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. വഇം മിൻകും, മിൻകും എന്നതിൽ സാക്കിനത്തായ നൂനും ശേഷം കാഫുമാണ്. ഇഖ്ഫാ ഹഖീഖി, മറച്ച് മണിച്ചുച്ചരിക്കുക. വഇം മിൻകും ഇല്ല, സാക്കിനത്തായ മീമും ശേഷം ഹംസയും ഇദ്ഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. മിൻകും ഇല്ല വാരിദുഹ, വ എന്നുള്ള ശബ്ദം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. വാരിദുഹ, കാന, കാന പറയരുത്, കാന, ഷിദ്ദ, ഹംസ് തുടങ്ങിയ സിഫത്തുകളൊക്കെ കാഫിനുണ്ട്. കാന അലാ റബ്ബിക, റബ്ബിക ഹത്മൻ, കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ഹത്മൻ എന്നതിലെ തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മഖ്ദിയ, മഖ്ദിയ എന്ന് പറയുമ്പോൾ സാക്കിനത്തായ ഖാഫിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം, തഫ്ഖീം കൊടുക്കണം. ദ്വാദിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക കസ്റായതുകൊണ്ട്. മഖ്ദിയ. ثم ننجي الذين اتقوا, ثم മീം മുശദ്ദദ മണിക്കണം, ആവർത്തിച്ചു വന്ന പദമാണ്. നുനജ്ജി الذين, നുനജ്ജി الذين اتقوا, ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, ഇസ്തിഅലാഇൻ്റെ ഹർഫ്. ആ വാവ് സാക്കിനത്തായ വാവ് ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് ഒറ്റ ഷദ്ദുള്ള വാവാക്കി ഉച്ചരിക്കണം. ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നാണ് ഈ ലയിപ്പിക്കൽ എന്ന് പറയുക. മിസ്ലൈൻ അല്ലെങ്കിൽ മുതമാസിലൈൻ എന്നൊക്കെ പറയാം. ثم ننجي الذين اتقوا ونذر الظالمين, ونذر راء تفخيم ചെയ്യണം. ونذر الظالمين, الظالمين ضائന് തഫ്ഖീം കൊടുക്കുക. അതിൻ്റെ അലിഫിലും തഫ്ഖീം നിലനിർത്തണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ളാ. ونذر الظالمين فيها جثيا, ونذر الظالمين فيها جثيا. എല്ലാ ഹർഫുകളും ക്ലിയറായി വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അതിൻ്റെ എല്ലാ സിഫാത്തുകളും പൂർത്തിയാക്കി പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا, ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا, ثم لنحن أعلم بالذين هم أولى بها صليا, وإن منكم إلا واردها كان على ربك حتما مقضيا, ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا.